Next, we are going to define the standard normal distribution. We have seen the definition of a normal distribution. A normal distribution, it's a continuous distribution having the probability function given by f of x equal to 1 by sigma root of 2 pi e raised to minus x minus mu the whole square divided by 2 sigma square for x lying between minus infinity to infinity. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂ ചിലപ്പോൾ മ്യൂ ഇസ് ഈക്വൽ ടു 30 ആൻഡ് സിഗ്മ ഇസ് ഈക്വൽ ടു 5 ആണെങ്കിൽ കർവ് മേ ബി ലൈക്ക് ദിസ്. കർവ് ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ, വി ഡോണ്ട് നോ. ആൻഡ് മ്യൂ ചിലപ്പോൾ മ്യൂ ഇസ് ഈക്വൽ ടു 40 ആവാം, സിഗ്മ ഇസ് ഈക്വൽ ടു 3 ആവാം. അപ്പോഴും ഇറ്റ് വിൽ ബി സിഗ്മ ഈക്വൽ ടു 3 ഒക്കെ ആകുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് അല്ലേ. ഇങ്ങനെ വാരിയസ് കർവ്സ് ആണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് മ്യൂവിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസും സിഗ്മയുടെ ഡിഫറെൻറ്റ് വാല്യൂസിനനുസരിച്ച് ഈ കർവ് മാറും. പ്രോബബിലിറ്റീസും ചേഞ്ചസ് റാപ്പിഡ്ലി. പ്രോബബിലിറ്റീസും നന്നായിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, പ്രോബബിലിറ്റീസ് ചേഞ്ച് അക്കോർഡിംഗ് ടു ദി വാല്യൂ ഓഫ് മ്യൂ ആൻഡ് സിഗ്മ. ഓക്കെ, ആൻഡ് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ചെയ്യണം. എന്ത് വേണം? യു നീഡ് ടു ഫൈൻഡ് ഇൻ്റഗ്രൽ എ ടു ബി ഓഫ് ദിസ്, റൈറ്റ്? ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാന്ന് കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഇ റൈസ് ടു മൈനസ് സംതിങ് സ്ക്വയർ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേഷൻ എപ്പോഴും അത്ര എളുപ്പമല്ല. ഓക്കെ, so what we do is we will define the standard normal distribution for this purpose for a fixed value of mu and sigma. നമ്മൾ ഒരു പർട്ടിക്കുലർ വാല്യൂ മ്യൂവിന്, അതായത് മ്യൂവിന് ഞാൻ 0 എന്നും കൊടുക്കും, സിഗ്മയ്ക്ക് 1 എന്നും കൊടുക്കും. അപ്പോൾ കിട്ടുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും? കാൽക്കുലേറ്റർ അല്ലെങ്കിൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഇത് നമുക്കൊരു ടേബിളായിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ, സപ്പോസ് മ്യൂ ഈക്വൾ ടു 13 സിഗ്മ ഈക്വൾ ടു 5 ആണെങ്കിൽ ഈ ഒരു കേസിനെ നമ്മൾ എന്തിലേക്ക് മാറ്റും? വി വിൽ സ്റ്റാൻഡർഡൈസ് ഇറ്റ്. അതിനെ നമ്മൾ മ്യൂ ഈക്വൾ ടു 0 സിഗ്മ ഈക്വൾ ടു 1 എന്ന് പറയുന്ന കേസിലേക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്ത് മാറ്റും. എന്നിട്ട് ഈ ടേബിൾ അപ്ലൈ ചെയ്തിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഏത് മ്യൂവിനും ഏത് സിഗ്മയ്ക്കും ടേബിൾ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതായത് ഇൻഫിനിറ്റ്ലി മെനി ടേബിൾസ് വേണ്ടി വരും നമുക്ക്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫിക്സഡ് ടേബിൾ വരച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിന് എന്ത് ചെയ്യും? ആ ഒരു സ്റ്റാൻഡേർഡ് കേസിലേക്ക് മാറ്റിക്കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ ആ ടേബിൾ, ഒരു സിംഗിൾ ടേബിൾ മതി, അപ്പോൾ നമുക്ക് ആ ടേബിളിലെ വാല്യൂസ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, ലെറ്റ് us see what is that. So the അപ്പോൾ ബേസിക്കലി പ്രോബ്ലം ഇതാണ്. ഇൻ്റഗ്രേഷൻ എപ്പോഴും ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ദ ഇൻ്റഗ്രേഷൻ ഈസ് ഡൺ അപ്രോക്സിമേറ്റ്ലി യൂസിങ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. അപ്പോൾ മ്യൂവിനും സിഗ്മയ്ക്കും പല വാല്യൂസിനും ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടാബ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫിക്സഡ് വാല്യൂ, മ്യൂവിന് 0 എന്ന് കൊടുക്കും, സിഗ്മയ്ക്ക് 1 എന്ന് കൊടുക്കും. ആ സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ ടു ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സിൽ മ്യൂവിന് ഞാൻ 0 എന്ന് കൊടുക്കുന്നു, സിഗ്മയ്ക്ക് 1 എന്ന് കൊടുക്കുന്നു. ഇവിടെ 1 കൊടുക്കുകയാണ്, ഇതും 1 ആവും. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്തായിട്ട് മാറും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 2 പൈ ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇതാണ് സംഭവിക്കുന്നത്. ഈ പ്രോബബിലിറ്റി ഫംഗ്ഷൻ വരുന്ന ഡിസ്ട്രിബ്യൂഷനെ, അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ മീനസ് 0യും വാരിയൻസ് 1ഉം ആയിട്ട് വരുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് ആ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ is normal distribution with the mean mu equal to 0 and sigma equal to 1. Okay, so we use the standard normal variable as z. ഇതിവിടെ z എടുക്കാൻ കാരണം, നമ്മൾ സാധാരണ എക്സ് എടുക്കുകയാണെങ്കിൽ എക്സിന് മ്യൂ എന്ത് വേണമെങ്കിലും ആവാം, സിഗ്മ എന്ത് വേണമെങ്കിലും ആവാം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? 0യും 1ഉം സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന സമയത്ത് എക്സിന് പകരം നമ്മൾ എക്സിനെ തന്നെയാണ് z എന്ന് വിളിക്കും. മ്യൂ 0യും സിഗ്മ 1ഉം വരുമ്പോൾ ഉണ്ടാവുന്ന എക്സിനെ വിളിക്കുന്ന പേരാണ് z. എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ്സ് എ വാല്യൂ റിസർവ്ഡ് ഫോർ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ബൈ റൂട്ട് ഓഫ് 2 പൈ ഇ റൈസ് ടു മൈനസ് എക്സിന് വരെ z ആണ് യൂസ് ചെയ്തത്, z സ്ക്വയർ ബൈ 2 മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ z ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, ആൻഡ് ഇതിൻ്റെ കർവിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്ന് വിളിക്കുന്നത്. അതായത് നോർമൽ കർവ് ചിലപ്പം ഈ ഷേപ്പിലൊക്കെ വരാം, പക്ഷേ സ്റ്റാൻഡേർഡ് നോർമൽ കേസ് വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് കർവ് ആയിരിക്കും. അതായത് ബെൽ ഷേപ്പ് ഒരു പെർഫെക്റ്റ് ബെൽ ഷേപ്പ് ആയിരിക്കും. ഇത് കുറച്ചുകൂടെ പീക്കായി പോയി അല്ലേ. അപ്പോൾ അങ്ങനെ അല്ലാത്ത ഒരു പെർഫെക്റ്റ് ബെൽ ഷേപ്പാണ് ഈ സ്റ്റാൻഡേർഡ് നോർമൽ കർവിന് വരിക. ഷേപ്പ് ജസ്റ്റ് ഷോ ദാറ്റ് ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് ദ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ.
സാധാരണ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പ് ചിലപ്പോൾ ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ ആവാം, ഇങ്ങനെയൊക്കെ പോവാം, ഫ്ലാറ്റ് ആവാം അല്ലെങ്കിൽ ഷാർപ്പ് ആവാം, അങ്ങനെയൊക്കെ വരാം. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ അതൊരു പെർഫെക്റ്റ് ബെൽ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് ആർ 1 and -1. ദ ഇൻഫ്ലക്ഷൻ പോയിന്റ്സിനെ പറ്റി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നില്ല. ദ CDF ഓഫ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ സാധാരണ ക്യാപിറ്റൽ f(x) എന്നാണ് എഴുതാറ് അല്ലേ. ഇവിടെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അതായത് f(x)ന്റെ ഡെഫിനിഷൻ എങ്ങനെയായിരുന്നു? പ്രോബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ X ടേക്കിംഗ് വാല്യൂസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. അതിനെ വിളിക്കുന്ന പേരായിരുന്നു f(x) എന്ന് പറയുന്നത്. അത് ഈ കേസിൽ പ്രോബിലിറ്റി ഓഫ് z ലെസ് ദാൻ ഓർ ഈക്വൽ ടു z നമ്മൾ വിളിക്കുന്ന ഒരു സ്പെഷ്യൽ നെയിമാണ് ക്യാപിറ്റൽ ഫൈ z എന്ന് വിളിക്കും. ക്യാപിറ്റൽ ഫൈ ഓഫ് z റെപ്രസെൻറ്റ് ദി cumulative distribution function of the standard normal distribution. ഇത് -∞ to z, the standard normal function f of y 0 1 dy. ഇതിനെ നമ്മൾ ക്യാപിറ്റൽ ഫൈ z എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് നോർമൽ വാല്യൂസ് ആണ്. സ്റ്റാൻഡേർഡ് നോർമൽ ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഇൻസൈഡിലുള്ള വാല്യൂസ് പ്രോബബിലിറ്റിയാണ്. വാട്ട് ഈസ് ഗിവൺ ഇൻസൈഡ് ദീസ് ആർ മാർജിൻസ്. ഇതൊരു മാർജിന്, ഇതൊരു മാർജിനുമാണ്. മാർജിൻ്റെ ഉള്ളിലുള്ളതെല്ലാം പ്രോബബിലിറ്റീസ് ആണ്. കാരണം 1നേക്കാൾ താഴെയും 0യേക്കാൾ കൂടുതലുള്ള വാല്യൂസ് ആയിരിക്കും. പ്രോബബിലിറ്റീസ് ആണ്, പ്രോബബിലിറ്റി വാല്യൂസ് ആണ് ഉള്ളിൽ തന്നിരിക്കുന്നത്. ഈ ഉള്ളിലുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഏത് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ ഫൈയുടെ വാല്യൂ ആണ്. ക്യാപിറ്റൽ ഫൈ ഓഫ് ഇസഡിൻ്റെ വാല്യൂസ് ആണ്. ക്യാപിറ്റൽ ഫൈ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് ദ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ ഇസഡ് ആവാനുള്ള ആ പ്രോബബിലിറ്റിയാണ് നമ്മൾ ക്യാപിറ്റൽ ഫൈ സെഡ് എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റൽ ഫൈ സെഡിൻ്റെ വാല്യൂ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇസഡ് എന്താണെന്നുള്ളതാണ് ഈ മാർജിനിലുള്ള വാല്യൂസ് തരുന്നത്. അത് ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് -3.40 തുടങ്ങിയിട്ട് -0.09 വരെയുള്ള വാല്യൂസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിയുണ്ട്. ഇവിടെ എല്ലാം നെഗറ്റീവ് വാല്യൂസ് ആണ് ഇസഡിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം 0-ലായിരിക്കും എന്ത് വരിക? -0 അല്ലേ. അപ്പോൾ 0-ലായിരിക്കും ഈ കർവിൻ്റെ പീക്ക് വാല്യൂ വരിക. ലെഫ്റ്റിലേക്കും ഡിക്രീസിങ് ആയിരിക്കും, റൈറ്റിലേക്കും ഡിക്രീസിങ് ആയിരിക്കും. ഇതായിരിക്കും പീക്ക് വാല്യൂ വരിക. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ദീസ് വാല്യൂസ് ആർ ഓൾ നെഗറ്റീവ്. ആൻഡ് റൈറ്റ് സൈഡിൽ പോസിറ്റീവ് വാല്യൂസ് ഉണ്ടാവും. പോസിറ്റീവ് വാല്യൂസിൻ്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? 0.5നേക്കാൾ കൂടുതലായിരിക്കും. കാരണം 0യുടെ ഫൈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -∞ തൊട്ടിട്ട് z വരെയുള്ള വാല്യൂസ് ആണല്ലോ, അതിൻ്റെ പ്രോബിലിറ്റി ആണല്ലോ. അപ്പോൾ ഇവിടെ 0 എത്തുമ്പോഴേക്കും ഈ ഫൈ ഓഫ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫൈ ഓഫ് 0 വിൽ ബി ഈക്വൽ ടു 0.5 ആയിരിക്കും. ഇറ്റ് വിൽ ബി 0.5. കാരണം -∞ തൊട്ട് 0 വരെയുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഹാഫ് ആയിരിക്കുമല്ലോ. ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. അപ്പോൾ ഫൈ ഓഫ് നെഗറ്റീവ് വാല്യൂസ് എന്തായിരിക്കും? ഫൈ ഓഫ് നെഗറ്റീവ് വാല്യൂസ് ഇസ് ഗോയിങ് ടു ബി സ്ട്രിക്ട്ലി ലെസ് ദാൻ 0.5 ആയിരിക്കും. അതേപോലെ ഫൈ ഓഫ് പോസിറ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫൈ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0.5 ആയിരിക്കും. ഓക്കെ, അത് പോസിറ്റീവ് വാല്യൂസിൻ്റെ ഒരു പോർഷൻ കൂടെ ബാക്കിയുണ്ട്. സോ ദീസ് ആർ ദി പോസിറ്റീവ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, സേ 3.4 ഉണ്ട്, -3.4 ഉണ്ട്, 3.3 എക്സെട്ര 1.5 0 വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൈ ഓഫ് ഈ വാല്യൂസ് നോക്കുക. ഇവിടെ ഇപ്പോൾ -2.2 കണ്ടു അല്ലേ. ഫൈ ഓഫ് -2.2 കഴിഞ്ഞിട്ട് അടുത്ത ഡിജിറ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ 2.20 ആണിത്, ഇത് 2.21 ആണ്, 2.22 2.2, 2.4, 2.5 അങ്ങനെയാണ്. അപ്പോൾ ഫൈ ഓഫ് -2.5ൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ -2.2 ഇതാണ്, -2.2 ഇസ് ദിസ് അല്ലേ. അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ ഈ കോളംസിൽ 2.0യുടെ വാല്യൂ ഇത്, 2.1, 2.2, -2.3, -2.4, -2.5. So this is the value. So this equal to 0.0122. This is the value of phi value of -2.25. എന്ന് വെച്ച് കഴിഞ്ഞാൽ -2.25 ഏകദേശം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതുവരെയുള്ള പ്രോബബിലിറ്റിയാണ്. ഈ പ്രോബബിലിറ്റിയാണ് എന്ത് വരുന്നത്? ഈ ഷെയ്ഡഡ് ഏരിയയുടെ വാല്യൂ ആണ് ഈ പ്രോബബിലിറ്റി ആയിട്ട് വരിക. അതാണ് 0.0122 എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ പോസിറ്റീവ് വാല്യൂസിലേക്ക് വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഫൈ ഓഫ് 3.56 വേണമെന്ന് വിചാരിക്കാം. 3.4 വരെയുള്ളത് അല്ലേ. 3.449 എത്തുമ്പോഴേക്ക് എന്തായി? പ്രോബിലിറ്റി 0.9998 ആയി. അപ്പോൾ 3.56ൻ്റെ വാല്യൂ എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അത്ര എടുക്കാൻ പറ്റില്ല. 54ൻ്റെ താഴെയുള്ള വാല്യൂസ് എടുക്കാൻ പറ്റുള്ളൂ. I'll take some 1.76 എടുക്കാമെന്ന് വിചാരിക്കാം. 1.76ൻ്റെ ഫൈ വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് മീൻസ്
പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ സെഡ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.76 അല്ലെ 1.76. ഇതിന്റെ പ്രോബിലിറ്റി നിങ്ങൾക്ക് അറിയാം ഡെഫിനറ്റ്ലി എന്തായിരിക്കും 0.5 കൂടുതലായിരിക്കും. കാരണം 0 എത്തുമ്പോഴേക്ക് 0.5 ആയി, ഇത്രയും എത്തുമ്പോഴേക്ക് 0.5 പ്രോബിലിറ്റി വന്നു. ആൻഡ് ദെൻ 1 പോയിന്റ് എത്തുമ്പോഴേക്ക് എന്താവും പ്രോബിലിറ്റി ഈ സൈഡിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഓക്കെ, ആ പ്രോബിലിറ്റിയാണ് നമുക്ക് വേണ്ടത്. 1.76ന്റെ താഴെ ഇസഡ് വരാനുള്ള പ്രോബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ടോട്ടൽ പ്രോബിലിറ്റിയാണ് വേണ്ടത്. അത് എപ്പോഴും 0.5 കൂടുതലായിരിക്കും പോസിറ്റീവ് ആയതുകൊണ്ട്. Let us find it. So that's equal to 1.7 ആദ്യം കണ്ടുപിടിക്കണം. I know that 1.7 is this. Okay. Now 1.70. This is 1.70, 1.71, 72, 73, 74, 75, 76. So this is the probability. ഇത് നോക്കുക, 1.7 ഇവിടെ എടുക്കുക, 0.6 ഇവിടെ എടുക്കുക, അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ഇതായിരിക്കും 0.9608. So this is the probability that capital Z is less than or equal to 1.76. So this is how we use the standard normal table. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ഈ ഒരു വാല്യൂ മാത്രമേ നമുക്ക് തരുന്നുള്ളൂ, അല്ലാതെ പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഒന്നും ഇത് തരുന്നില്ല. 2 എന്ന് പറഞ്ഞാൽ 2.00 ആണ്. 2.00 എന്ന് പറയുന്നതിന്റെ പ്രോബിലിറ്റി ഇതാണ്. അപ്പോൾ ഈ ഒരു പ്രോബിലിറ്റി ഒന്നും നമുക്ക് തരില്ല. -ഇൻഫിനിറ്റി തൊട്ടിട്ട് 2 വരെയുള്ള പ്രോബിലിറ്റിയാണ് 0.9772 എന്ന് പറയുന്നത്. അപ്പോൾ 5 വാല്യൂ മാത്രമാണ് ഈ ടേബിൾ തരുന്നത്. Now let us see, okay, reading the standard normal table. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ഉപയോഗിക്കേണ്ടതെന്നാണ് പറയുന്നത്. The value inside the table gives the probability of each z value. അപ്പം മാർജിനിലുള്ള z വാല്യൂവിൻ്റെ പ്രോബബിലിറ്റിയാണ്. ഈ z വാല്യൂ ഇവിടെ നിന്ന് ആണ് റീഡ് ചെയ്യേണ്ടത്. ഇവിടെ നിന്നിട്ട് ഇവിടെ ഇതിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റ് ഇവിടെ നിന്ന് എടുക്കുക. ആ പ്രോബബിലിറ്റി കറസ്പോണ്ടിങ് ഇവിടെ കിട്ടും, ഈ ടേബിളിൻ്റെ ഉള്ളിൽ കിട്ടും. z value lies on the margin. ഈ മാർജിനിലാണ് z values ഉണ്ടാവുക. Phi of z gives the area till z. അതായത് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ് തരിക, എഫ് ഓഫ് സെഡിന്റെ വാല്യൂ ആണ് തരിക. ടിൽ ഇസഡ് നമ്മൾ എടുത്ത വാല്യൂ 1.76 ആണെങ്കിൽ അതുവരെയുള്ള പ്രോബബിലിറ്റിയാണ്. -ഇൻഫിനിറ്റി തൊട്ട് അതുവരെയുള്ള ക്യുമുലേറ്റീവ് പ്രോബിലിറ്റി വാല്യൂ ആണ് തരുന്നത്. ഫോർ എക്സാമ്പിൾ, പ്രോബിലിറ്റി ഓഫ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.76 ഇസ് 0.9971. 2.76 ആണ്. അപ്പോൾ നമുക്ക് ആ ടേബിൾ ഒന്ന് നോക്കാം. 2.7 ഇതാണ് അല്ലേ. 76 എടുക്കുമ്പോൾ ഇതിന്റെ നേരെ താഴെ വരണം അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി, സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ കാണാം. ഇതാണ് 6 അല്ലേ. 0.9971 ആണ്. 0.997071. Okay, so that's how 0.9971 is coming. Now how to find the probability of -0.38 less than or equal to z less than or equal to 1.25? ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇത് നമുക്ക് ജസ്റ്റ് ലോജിക് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമുക്ക് വേണ്ട എന്താണ്, ഇസഡിന്റെ വാല്യൂ ഇതാണ് 0 വാല്യൂ. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ ഇതായിരിക്കും 0. 1.25ന്റെ താഴേക്കായിരിക്കണം. ഇതാണ് 1.25 എന്ന് വിചാരിക്കാം. ആൻഡ് -0.38ന്റെ മേലേക്കായിരിക്കണം. -0.38 ഇവിടെ ആയിരിക്കും. -0.38. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, ഈ പ്രോബിലിറ്റിയാണ്. -0.38ന്റെയും 1.25ന്റെയും ഇടയ്ക്കുള്ള പ്രോബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബിലിറ്റിയാണ് നമുക്ക് വേണ്ടത്. ദിസ് മച്ച് ഏരിയ വാല്യൂ, ഈ ഏരിയ അല്ലെങ്കിൽ ഈ പ്രോബിലിറ്റിയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞു ഈ ടേബിളിൽ നിന്ന് അത് കിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് കിട്ടില്ല. ടേബിളിൽ നിന്ന് എന്ത് കിട്ടും, -ഇൻഫിനിറ്റി ടു ഒരു വാല്യൂ ഉള്ള ആ വാല്യൂ ആണ് ഫൈ ഓഫ് എന്ന് പറയുന്നത് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, -ഇൻഫിനിറ്റി തൊട്ടിട്ട് 1.25 വരെയുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. അതായത് 5 at 1.25 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, -ഇൻഫിനിറ്റി തൊട്ട് ഇതുവരെയുള്ള പ്രോബിലിറ്റി കിട്ടും. നൗ അത് എന്ത് കളഞ്ഞാൽ മതി, -ഇൻഫിനിറ്റി തൊട്ടിട്ട് -0.38 വരെയുള്ള പ്രോബിലിറ്റി മൈനസ് ചെയ്താൽ പോരെ. ടോട്ടൽ ഇതുവരെയുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ അതിന് ഇത്രയും ഏരിയ മൈനസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഏരിയ കിട്ടും. അപ്പോൾ ഇവിടുന്ന് 5 at -0.38 ചെയ്താൽ ഈ പ്രോബബിലിറ്റി കിട്ടും. നമുക്ക് ഈ പ്രോബിലിറ്റി കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, സോ ലെറ്റ് us find what is 1.25 പ്രോബിലിറ്റി ഓഫ് ഫൈ ഓഫ് 1.25 എന്ന് പറയുന്നത്. നമുക്ക് 1.25 അല്ലേ, 1.2 is this ആൻഡ് അതിനിങ്ങനെ വന്നു പോയാൽ 5 ഇതാണ് അല്ലേ. അപ്പോൾ 0.8944 ആണ്. സോ ദാറ്റ് ഇസ് 0.8944 മൈനസ് 5 at -0.38. -0.38ന്റെ 5 വാല്യൂ 0.38. 0.3 ഇത് -0.3 8 എന്ന് പറഞ്ഞാൽ
നാലാമത്തെ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ 8 നിന്ന് നാലാമത്തെ വാല്യൂ നോക്കിയാൽ മതി. ദിസ് ഇസ് ദി വാല്യൂ -0.3520 ആണ്. ഓക്കെ, 0.3520 മൈനസ് അല്ല, മൈനസിന്റെ വാല്യൂ പോസിറ്റീവ്, പ്രോബിലിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ എന്ത് കിട്ടും? നമുക്ക് ഈ പ്രോബിലിറ്റി കിട്ടും. ഓക്കെ, സപ്പോസ് യു വോണ്ട് മൈനസ്, ഓക്കെ, പ്രോബിലിറ്റി ഓഫ് -0.38 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ആണ് വേണ്ടതെങ്കിൽ നമുക്ക് വേണ്ട എന്താണ്? സെഡിന്റെ വാല്യൂ എന്തായിരിക്കണം? 0.38ന്റെ മേലെ ആയിരിക്കണം. അപ്പോൾ ഇതാണ് 0.38 വരിക, -0.38 ഈ പോയിന്റ് ആണ് വരിക. ഇതിന്റെ മേലേക്കുള്ള ഈ ടോട്ടൽ പ്രോബിലിറ്റി ആണ് നമുക്ക് വേണ്ടത്. അതിന് എന്ത് ചെയ്താൽ മതി? സോ ദ ഈസിയസ്റ്റ് വേ ഇസ് ടു ഫൈൻഡ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ്, എന്ത് ചെയ്താൽ മതി? ഇതിന്റെ താഴേക്കുള്ള പ്രോബിലിറ്റി 1 മൈനസ് ചെയ്ത് കൊടുത്താൽ പോരെ മേലേക്കുള്ള പ്രോബിലിറ്റി ഇടുന്നെങ്കിൽ. z ലെസ് ദാൻ ഓർ ഈക്വൽ ടു -0.38ന്റെ പ്രോബിലിറ്റി എടുത്തിട്ട് അത് 1 മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് 1 മൈനസ് ഇതിന്റെ വാല്യൂ നമുക്കറിയാം 0.3520 ആണ്. 3520 ആണെന്ന് നമ്മൾ നേരത്തെ ഈ വാല്യൂ തന്നെയല്ലേ, അതെടുത്തിട്ട് ചെയ്താൽ 0.6 സംതിങ് കിട്ടും. സോ ഇങ്ങനെയാണ് ഈ പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. അങ്ങനെ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ നമുക്ക് ഏത് ഇന്റർവെലിന്റെയും പ്രോബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി യൂസ് ദി സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ. ഓക്കെ, so it's very important that you should know how to calculate the probability of intervals from the standard normal table. Okay, so that is what I have shown here. So probability of alpha less than or equal to z less than or equal to beta കാണണമെങ്കിൽ എന്ത് ചെയ്യണം? phi at beta കാണുക, മൈനസ് phi at alpha കണ്ടാൽ മതി. Okay, so that's how we use the probability table. ഇത് പ്രോബിലിറ്റി ടേബിളിൽ നിന്ന് കിട്ടും. ഇത് രണ്ടും ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഗ്രേറ്റർ ദാൻ ആണ് വേണ്ടതെങ്കിൽ, ലെസ് ദാൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടേബിളിൽ തന്നെ ഉണ്ടാവും. ഗ്രേറ്റർ ദാൻ ആണ് വേണ്ടതെങ്കിൽ, പ്രോബിലിറ്റി ഓഫ് z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദിസ് ഹാസ് ടു ബി കൺവേർട്ടഡ് ആസ് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് z ലെസ് ദാൻ ആൽഫ എടുക്കുക. പ്രോബിലിറ്റി ഓഫ് z ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എടുക്കുക. ദാറ്റ് മീൻസ് 1 മൈനസ് phi at ആൽഫ കൊടുക്കുക. phi at ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫയുടെ വാല്യൂ നോക്കി പ്രോബിലിറ്റി ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.